हेलो बच्चों, कैसे हैं आप सब? बहुत बढ़िया। आज हम देखने वाले हैं आपकी जो യൂണിറ്റ് 3 का 8वीं कक्षा के जो യൂണിറ്റ് 3 का पहला ചാപ്റ്റർ നിങ്ങളുടെ മൂന്നാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള जब हम धीरे चलते हैं ഞങ്ങൾ പതുക്കെ നടക്കുമ്പോൾ കിസ്നെ രചന की है एलन शाह जी है। एलन ഷായുടെ എന്താണ് ഒരു ട്രാവലോഗാണ്, ഒരു യാത്രാവൃത്തമാണ് जब हम धीरे चलते हैं എന്ന് പറയുന്നത്। വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ചാപ്റ്റർ മനസ്സിലാക്കിയല്ലോ। तो बच्चों रेडी क्या है इसमें गधा देखते हैं ना, ഒരു ഗധ നിങ്ങൾക്ക് കാണാം। ഈ ഗധയും ഈ ഒരു യാത്രാവൃത്തവും വളരെ गहरे संबंध है, വളരെ ഒരു ആഴത്തിലുള്ള ഒരു ബന്ധമുണ്ട്। അതെന്തൊക്കെയാണ് നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാം। तो बच्चों फटाफट चलते हैं क्या है इस ट्रैवल, ये ट्रैवलों के अंदर क्या आता है, ഈ യാത്രാവൃത്തത്തിനകത്ത് എന്താണ് വരുന്നത്। സോ ഇറ്റ്സ് എ ക്വിക്ക് സമ്മറി ആണ്, വളരെ ഒരു വൺ ലൈൻ തന്നെയാണ്, ഇറ്റ്സ് എ വൺ ഷോട്ട് ടൈപ്പ് കൂടിയാണ്। സോ മനസ്സിലായിക്കോളൂ ആരാണ് ഇതിന് രചന ചെയ്തത്? എലൻ ഷാ ആണ് അല്ലേ, എലൻ ഷാ ആണ് इसकी जो രചയിത। എന്താണ് ഇത്? യാത്രാവൃത്തമാണ്। ഈ രണ്ട് കാര്യങ്ങൾ ഓർത്ത് വെച്ചോളൂ। तो बच्चों यही यात्रा विवरण लेखन एलन शाह का है। ഈ യാത്രാ വിവരണം എന്ന് പറയുന്ന ലേഖകനായിട്ടുള്ള എലൻ ഷായുടെയാണ്। അതുപോലെ തന്നെയാണ് जिन्हें कला थिएटर नामक एक अनोखा थिएटर ग्रुप के साथ इटली के फ्रियोली जो इलाके की यात्रा का जो न्योता मिलता है। അപ്പോൾ എന്താണ് ഇദ്ദേഹത്തിന് എവിടത്തേക്കാണ് നമുക്ക് നോക്കാം। इधर मलयालम राइट, इसका मलयालम आपके लिए है। तो क्या है ये यात्रा विवरण എന്ന് പറയുന്ന ലേഖക എലൻ ഷാ का है जिन्हें कला थिएटर എന്നൊരു സംഘടനയായിട്ട് എന്താണ് നമുക്ക് അനോഖ തിയേറ്റർ ഗ്രൂപ്പ്, ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അനോഖയായിട്ടുള്ള ഒരു കലാ തിയേറ്റർ ഗ്രൂപ്പുമായിട്ട് എന്താണ് ഇറ്റലിക്ക് ഫ്രിയോലി ഇലാക്കെ, ഇറ്റലിയിലെ ഒരു ഫ്രിയോലി എന്ന് പറഞ്ഞ ഒരു വില്ലേജിലേക്ക് എന്താണ് യാത്രക്ക ന്യോത്ത മിൽത്ത ഹേ, ഒരു ഇൻവിറ്റേഷൻ ആണ്। ഓക്കെ, ന്യോത്ത ഇൻവിറ്റേഷൻ ആണ് അദ്ദേഹത്തിന് കിട്ടുന്നത്। ഈ യാത്രക്ക ഉദ്ദേശ്, ഈ യാത്രയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? സ്ലോ ട്രാവൽ। ഇദ്ദേഹം എന്താണ് ആക്ച്വലി ഈ ചിത്രകാരനാണ്, ഇദ്ദേഹം നല്ല രീതിയിൽ ചിത്രങ്ങൾ വരക്കും। അപ്പോൾ ഇവർ പെർഫോം ചെയ്യുന്ന കാര്യങ്ങൾ, ഇതിൽ കലാ തിയേറ്റർ എന്ന് പറയുന്ന നൃത്തകരുണ്ട്, പാട്ട് പാടുന്ന ആൾക്കാരുണ്ട്। സോ ഇവരൊക്കെ പെർഫോം ചെയ്യുന്ന കാര്യങ്ങൾ ഇദ്ദേഹം എന്ത് ചെയ്യും? വരക്കുകയാണ് ചെയ്യുക। ഓക്കെ, ഇദ്ദേഹത്തിന്റെ കലാസൃഷ്ടിയിലേക്ക് ഇദ്ദേഹം പകർക്കും। സോ ഇദ്ദേഹമാണ് പിന്നീട് ഈ യാത്രകളൊക്കെ കഴിഞ്ഞിട്ട് ഇത് റിഫ്ലക്ട് ചെയ്യുന്ന ഇദ്ദേഹത്തിന്റെ ചിത്രങ്ങളിലൂടെ ആയിരിക്കും। സോ ഇദ്ദേഹം നല്ല രീതിയിൽ ചിത്രം വരക്കുന്ന ഒരാളാണ്, അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തിന് ഇവരുടെ കൂടെ കൂട്ടിയിട്ടുള്ളത്। സ്ലോ ട്രാവൽ का अनुभव करना था, स्लो ट्रैवल ने ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം। जहां मंजिल पर पहुंचने की कोई जल्दी नहीं थी, जिसमें कोई मंजिल तक पहुंचने की कोई जल्दी नहीं है। വളരെ പെട്ടെന്ന് എത്തിച്ചേരണം എന്ന് ഇവിടെ ആരോടും പറയുന്നത്, കാരണം आपको जो हर पल को महसूस करना है। ओके, हर पल को समझना है, എല്ലാ മൊമെന്റും മനസ്സിലാക്കണം। इसका जो क्या है सबको समझने के लिए इस यात्रा कर रहे हैं, എല്ലാം മനസ്സിലാക്കാനും सबको जो आनंद लेने के लिए इस यात्रा कर रहे हैं, എല്ലാത്തിനെയും ഒന്ന് ആസ്വദിക്കാൻ കൂടിയാണ് ഈ യാത്ര ചെയ്യുന്നത്। उनकी यात्रा का जो नेतृत्व, इसका जो यात्रा का नेतृत्व कहां से शुरू होता है देखते हैं। ഫിയോക്കോ नाम का एक गधा करता था, ഫിയോക്കോ ആണ് ഇവിടെ യാത്ര തീരുമാനിക്കുന്നത്, കാരണം ഫിയോക്കോ ആണ് ഇവിടെ മുന്നിൽ പോകുന്നത്। जो गधा है इन लोगों को जो सामने ये गधा जाता है, ഈ ഗധയുടെ മുന്നിലേക്ക് ഇവർ ഗധ പോകുമ്പോൾ उनके साथ कौन जाता है, उनके साथ कौन जाता है, ये लोग जाते हैं, ഗധയുടെ കൂടിയാണ് ഇവർ പോകുന്നത്। സോ എങ്ങനെയാണ് और पूरा ग्रुप वही रुकता था जहां ഫിയോക്കോ रुकता है। ഫിയോക്കോ എവിടെ? ഫിയോക്കോ കഹാ रुकता है जहां ये लोग भी रुकेगा। എവിടെയൊക്കെയാണ് ഫിയോക്കോ നിൽക്കുന്നത് അവിടെയൊക്കെ നമ്മുടെ ഈ ഗ്രൂപ്പ് നിൽക്കും, കാരണം ഫിയോക്കോ തീരുമാനിക്കും। ഫിയോക്കോ ആണ് ഇതിന്റെ നേതൃത്വം ഏറ്റെടുത്തത്, കാരണം ഫിയോക്കോ ആണ് ഇവരുടെ ലീഡറും। അതുപോലെ തന്നെ ഫിയോക്കോ തീരുമാനിക്കുന്നിടത്ത് ഇവർ നിൽക്കണം, ഫിയോക്കോ പോകുന്നിടത്ത് ഇവർ യാത്ര ആരംഭിക്കണം। അതാണ് ഈ സ്ലോ ട്രാവൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്। നോട്ട് ദ വേർഡ് ബച്ചോ, സ്ലോ ട്രാവൽ കർണ। അടുത്തെന്താണ് രാസ്തേ മേ യേ കലാകാർ है ना, जिनमें ചിത്രകാർ है, സംഗീതകാർ है, ഡാൻസർ शामिल थे। ഇത് ആരൊക്കെയുണ്ട്? ഡാൻസേഴ്സ് ഉണ്ട്, ചിത്രം വരയ്ക്കുന്ന ആൾക്കാരുണ്ട്, ഇവരൊക്കെ ഈ ഒരു ഗ്രൂപ്പിൽ ഇവരുടെ ഭാഗമാണ്। अलग अलग शहरों से गुजरते हुए जगह जगह रुककर ഓക്കെ പെർഫോം करते थे। ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെയൊക്കെ നിന്ന് ഇവർ പെർഫോം ചെയ്യും, അവിടെയുള്ള ആൾക്കാർ ഒന്ന് എൻജോയ്മെന്റ് ചെയ്യുന്നതാണ്। സോ ആ കലയെ ഒന്ന് പ്രസരിപ്പിക്കാൻ ഇവർ ചെയ്യുന്ന ആ ഒരു വ്യത്യസ്തമായ ഒരു തീം തന്നെയാണ് നമ്മുടെ കലാ തിയേറ്റർ എന്ന് പറയുന്നത്। സോ അവിടെ നിന്നാണ് ലേഖക് इस पूरी यात्रा को अपनी स्केच बुक में चित्रों के माध्यम से कैद करते रहे എന്ന് പറയുമ്പോൾ എന്താണ് ലേഖകൻ ഈ ഓരോ നിമിഷങ്ങൾ എന്താണ് അദ്ദേഹത്തിന്റെ രചനയിൽ ചിത്രം വരച്ചുകൊണ്ട് പകർത്തുകയാണ് ചെയ്യുന്നത്। യാത്രയ്ക്ക് ദൗറാൻ കൈ യാദ്ഗാർ പല്ലായ, യാത്രയുടെ ഓരോ നിമിഷങ്ങൾ എന്താണ് വളരെ ഓർമ്മ പുതുക്കുന്ന അല്ലെങ്കിൽ നല്ല ഓർത്ത് വെക്കാൻ പറ്റുന്ന ഒരുപാട് നിമിഷങ്ങൾ യാത്രയിലുടനീളം ഉണ്ടായിക്കൊണ്ടിരുന്നു। ജैसे ഫിയോക്കോ का नदी पार करने से मना करना, ഈ ഫിലോക്കോ എന്താണ് പെട്ടെന്ന് ആ നദി പാർ കറങ്ങാൻ, ഓക്കെ നദി മറികടക്കാൻ ഫിയോക്കോ ഒന്നും മടി കാണിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ചാപ്റ്റർ എക്സ്പ്ലനേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ। അപ്പോൾ അവിടെ എന്താണ് ഫിയോക്കോ മറികടക്കാൻ വളരെ പേടിക്കും। അപ്പോൾ എന്താണ് നമ്മൾ ഗോതമ്പിന്റെ അത് കാണിച്ച് ഗേഹു അതിനെ കാണിച്ചുകൊണ്ട് അവനെ മറികടക്കുന്ന കാര്യങ്ങളൊക്കെ, അങ്ങനത്തെ ഒരുപാട് ഇൻസിഡന്റ് യാത്രയിൽ ഉടനീളം ഉണ്ടായിട്ടുണ്ട്। സോ പിന്നീട് എന്താണ് एक युवा സംഗീതകാർ മാത്തയോ ആണ് അവരിലെ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു മ്യൂസീഷ്യൻ എന്ന് പറയുന്നത്। അദ്ദേഹം എന്താണ് एक बीमार महिला के लिए उसकी बालकनी के नीचे പെർഫോം करना, ആ മഹിള ബാൽക്കണിയിൽ നിന്നുകൊണ്ട് പറയാണ് എനിക്ക് നിങ്ങളുടെ പെർഫോമൻസ് കാണാൻ വരാൻ സാധിക്കത്തില്ല। അപ്പൊ മാത്തയോ എന്ത് ചെയ്തു? അവിടെ നിന്ന് അവർക്ക് വേണ്ടി പെർഫോം ചെയ്യുകയാണ് ചെയ്തത്। ലേഖക് को महसूस होता है कि कला लोगों के एक अदृश्य
ഓക്കെ, അദൃശ്യ ധാഗയെ ജോഡ്ത്തി ഹെ, ഒരു അദൃശ്യമായ ഒരു നൂല് കൊണ്ട് എല്ലാവരും എന്താണ് കെട്ടുന്ന ഒരു കാര്യമാണ് ഈ കല എന്ന് പറയുന്നത്. കല എന്ന് പറയുന്നത് എല്ലാവരെയും കണക്ട് ചെയ്യാനും, അതിലൊരു ഭാഷ വ്യത്യസ്തമല്ല, അതിലൊരു മതം പ്രശ്നമല്ല, കാരണം ഈ കലയാണ്. കല എല്ലാവരെയും കണക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ സംഗീതം, നൃത്തം തുടങ്ങിയ കലാരൂപങ്ങൾ. സോ ബച്ചോ റെഡി. അടുത്ത എന്താണ് ഇവിടെ പറയുന്നത്? और यही यात्रा उन्हें सिखाती है कि अपने पसंदीदा काम करने और उसे दूसरों के साथ साझा करने से. ഓക്കെ, അതിന് മുമ്പായിട്ട് നമ്മുടെ എന്താണ് ആ ഒരു പേടിന്റെ ഒരു കാര്യം കൂടെ വരുന്നുണ്ട് അല്ലെ. നമ്മുടെ ഫിയോക്കോന്റെ വരുന്ന ആ ഒരു പേടിന്റെ ഒരു കഥ കൂടി അതിന്റെ ഇടയിൽ വരുന്നുണ്ട്. ആർക്കും സമझना चाहिए. तो इससे क्या है, ഇതിലൊക്കെ ചേർന്ന് ഇതുപോലത്തെ എല്ലാ നിമിഷങ്ങളും കോർത്തിണക്കിക്കൊണ്ട് എന്താണ് പറയുന്നത്, ലോകം മൊത്തം ഒരു നൂൽക്കെട്ട് കൊണ്ട് ബന്ധിച്ചിട്ടിരിക്കുകയാണ് എന്നൊരു കാര്യമാണ് നമ്മുടെ രചയിത നമ്മളോട് പറയുന്നത് അല്ലെ. ഉസ്സെ ദൂസറോं के साथ साझा करने से जीवन और दुनिया दोनों सुंदर बन जाते हैं. എന്താണ് രചനാകാരൻ നമ്മളോട് ഇതിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്? അദ്ദേഹത്തിന്റെ യാത്രാവൃത്തിലൂടെ ഇദ്ദേഹം ഇതാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഒന്നുമില്ലാതെയാണ് അദ്ദേഹം യാത്രയിൽ ഇറങ്ങിപ്പെട്ടത്. കാരണം അദ്ദേഹത്തിന് വ്യത്യസ്തമായി തോന്നി. കാരണം അദ്ദേഹം ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്യാൻ പോകുന്നു, ഒരുപാട് ആൾക്കാരുമായിട്ട് അദ്ദേഹം ഷെയർ ചെയ്യാൻ പോകുന്നു. അങ്ങനെ ഒരു പുതിയൊരു അനുഭവത്തിലേക്കാണ് അദ്ദേഹം എൻ്റർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. എന്താണ് അദ്ദേഹം പറയുന്നത്? അപ്പനെ പസന്ദിദ കാം കർണേസ്, നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യം എന്തോ ആയിക്കോട്ടെ. മറ്റുള്ളവർ ഫോഴ്സ് ചെയ്യുന്നു, നീ ഡോക്ടറാവ്, നീ എഞ്ചിനീയർ ആവ് എന്ന് പറയുന്നില്ല, മറിച്ച് നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം, ഓക്കെ, അപ്പനെ ജോ ആപ്കു ക്യാ പസന്ത്, നിങ്ങൾക്ക് എന്താണ് ഇഷ്ടപ്പെട്ടത്, ഉസി കാം കോ കർണ ഹൈ, ആ കാര്യം നമ്മൾ ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് അവിടെ കിട്ടുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ക്യാ മിൽ റഹാ ഹൈ ജോ സാജാ കർനെ സേ, ആ ഒരു കാര്യത്തിൽ നമ്മൾ അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുമ്പോൾ, ആ ഒരു കാര്യം നമ്മൾ മറ്റുള്ളവരായിട്ട് നമുക്കറിയുന്ന സ്കില്ല്, ഹൂനർ മറ്റുള്ളവരായിട്ട് ജോ സാജാ കർണ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? ഓ ദുനിയാ ഓർ ബി സുന്ദർ, നമ്മുടെ ജീവനിൽ ഒരു മറ്റുള്ള സമൂഹത്തിലേക്ക് ഒരു കോൺട്രിബ്യൂഷൻ നമ്മൾ ചെയ്യുന്ന സമയത്ത്, നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് അത് സൊസൈറ്റിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ആത്മാനുഭൂതി എന്ന് പറയുന്ന ഒരു കാര്യം, അതാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതും നമ്മുടെ ജീവനിൽ എന്ത് കിട്ടുന്ന ഒരു ആത്മാനുഭൂതി എന്ന് പറയുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതും അതിലൂടെയാണ്. അങ്ങനെയാണ് നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് പോകേണ്ടത്. അങ്ങനെയാണ് ലോകത്തിന് കുറച്ചും കൂടെ ബെഹത്തർ और സുന്ദർ ഹം ജോ ബനാ സക്തേ ഹൈ. അങ്ങനെ മാത്രമേ ലോകത്തെ നമുക്കൊന്ന് വളരെ ബെറ്ററും അതുപോലെ തന്നെ സൗന്ദര്യം ഉളവാക്കുന്ന ആക്കാൻ സാധിക്കുന്നത് നമ്മൾ ചെയ്യുന്ന ഈ കോൺട്രിബ്യൂഷനും മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യുമ്പോഴൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട് രചയിത ഇസ് കഹാനി ഹമാരി ജോ യാത്രാവൃത്ത് സമാപ്ത് കർത്താ ഹൈ. ഇതിലൂടെയാണ് നമ്മുടെ രചയിത എന്താണ് നമ്മുടെ ഈ ഒരു യാത്രാവൃത്തം ട്രാവലോഗ് അവിടെ അവസാനിപ്പിക്കുന്നത്. तो बच्चों बेहतर ट्रैवलोग यार, इतना बेहतर है, मजेदार है, आप एक बार पूरा पढ़ लेना चाहिए. നിങ്ങൾ कंप्लीट ആയിട്ട് വായിച്ചു നോക്കിക്കോളൂ. सो बच्चों ये है हमारी जो इसकी मलयालम है, आपको डाउट होगा, शंका होगा कि इसकी मलयालम कहाँ से मिलेगा. आपके लिए मलयालम है, मलयालम वर्ഷൻ इधर तैयार है. ठीक है, മലയാളം വേർഷൻ്റെ റെഡിയാണ്. ഈ രണ്ട് നോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ, ഈ രണ്ട് നോട്ട് പേജസ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നേരെ നമ്മുടെ ജിമ്മൻ സാർ റിജുപൂട്ട് എന്ന ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് ഇൻബോക്സിൽ എൻ്റെ അടുത്ത് വന്നിട്ട് എന്താണ് ധീരെ എന്നിട്ടാൽ മതി. ജബ് ഹം ധീരെ ചലത്തെ ഹെ, ധീരെ എന്നിട്ടാൽ മാത്രം മതി. आपको क्या है യോ ധീരെ എന്നിട്ടാൽ മാത്രം മതി. आपको क्या मिलेगा, हमारी जो ये दो नोट, ഈ രണ്ട് നോട്ടും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. तो बच्चों अच्छे से पढ़ाई करो, നല്ല രീതിയിൽ പഠിച്ചോളൂ. എന്താണ് ഇത്രയും വ്യത്യസ്തമായ കഹാനി പോലത്തെ ട്രാവലോഗ്സ് ഒക്കെയാണ് നിങ്ങളുടെ ചാപ്റ്റേഴ്സിൽ ഇൻക്ലൂഡഡ് ആയിട്ട്. നിങ്ങൾക്ക് വെറുതെ കഹാനി പഠിക്കുന്നത് എന്തിനാണ്, അത് മനസ്സിലാക്കി എക്സാം പേപ്പറിൽ എഴുതി മാർക്ക് വാങ്ങാൻ മാത്രമല്ല, അത് ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാനും മനസ്സിലാക്കാനൊക്കെ ഒരുപാട് ആശയങ്ങളാണ് ഓരോ രചനകളും നമുക്ക് തരുന്നത്, എഴുത്തുകാരന്മാർ നമ്മൾക്ക് മുന്നിൽ പങ്കുവെക്കുന്നത്. सो बच्चों अच्छे से अपने एग्जाम्स की तैयारी करो, इसी प्रकार अपने जीवन को भी बेहतर बनाने की कोशिश करती जाएगा. ठीक है, कोशिश करते रहेगा. तो बच्चों ऐसे समाप्त होते हैं आज की हमारे सेशन. मिलते हैं अगली वीडियो में, तब तक के लिए धन्यवाद, थैंक यू.